മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തമിഴ്നാട്ടിലെ ഹിന്ദു വിരുദ്ധ സർക്കാർ ഹിന്ദു ആരാധനകൾക്കെതിരെ, ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ ഹിന്ദുവിനെ തമിഴ്നാട്ടില് വളരെ വലിയ രീതിയിൽ വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധതയെ, ഹിന്ദുവിനെ വേട്ടയാടുന്നതിന് ദേശീയ തലത്തിൽ ഇപ്പോ ഏറ്റെടുത്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. പ്രിയങ്ക ഗാന്ധിയുടെ തോളോട് തോള് ചേർന്നുകൊണ്ട് ഹിന്ദുവിന്റെ ആരാധനകൾക്കെതിരെ നമ്മുടെ കേരളത്തിലെ മലബാറിലെ ഈർക്കിൾ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ എംപിമാരും ചേർന്നിരിക്കുന്നു. പ്രിയങ്കയുടെ തോളോട് തോള് ചേർന്ന് മുസ്ലിം ലീഗ് എംപിമാരും ഹിന്ദു ആരാധനകൾക്കെതിരെ ഈ രംഗത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം, മധുരയിലെ തിരുപ്പരക്കുണ്ട്രം മലയില് ദീപത്തൂണില് തൃക്കാർത്തിക ദിവസം ദീപം തെളിയിക്കാനുള്ള അനുമതി മദ്രാസ് ഹൈക്കോടതിയിലെ മധുരൈ ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥന് അനുവദിച്ചിരുന്നു. അതായത് ദീപത്തൂണിൽ ദീപം തെളിയിക്കാന്, ഹിന്ദു ആരാധന നടത്തുവാന്, ഹിന്ദു വിശ്വാസികൾക്ക് അനുകൂലമായിട്ട്, ഭക്തർക്ക് അനുകൂലമായിട്ട് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിപ്പിച്ച്, ഇത് കേട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിട്ട് ഹൈക്കോടതിക്ക് എതിരെയായി ഇപ്പോ നിലപാടെടുത്തത്. ഈ ദീപം തെളിയിക്കാൻ ഇപ്പോ അവിടേക്ക് അനുമതി കൊടുക്കുന്നില്ല. തമിഴ്നാട് സർക്കാർ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതുപോലെ തമിഴ്നാട് സർക്കാർ ഒരു ഭാഗത്ത്, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തില് മറ്റൊരു ഭാഗത്ത്, പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ ഹൈക്കോടതി ജഡ്ജിയെ തന്നെ അങ്ങ് ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമൊക്കെ ആ രാജ്യത്ത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തില്. അതായത് മദ്രാസ് ഹൈക്കോടതി ഹിന്ദു ആരാധന നടത്താന് അനുമതി കൊടുത്തതിന്, ഭക്തർക്ക് അനുകൂലമായിട്ടൊരു വിധി പറഞ്ഞതിന്, ആ വിധി പറഞ്ഞ GR സ്വാമിനാഥന്, ജസ്റ്റിസ് GR സ്വാമിനാഥന് ഇംപീച്ച് ചെയ്യാനൊക്കെയുള്ള നടപടികളാണിപ്പോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ്, അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയൊക്കെ വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഒക്കെ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഇതൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ കിടന്നു തുള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കേണ്ടേ? അതിന് നമുക്ക് കാന്തപുരം വിഭാഗത്തിന്റെ പത്രമായിട്ടുള്ള സിറാജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ദർഗക്ക് സമീപം കാർത്തിക വിളക്ക് കൊളുത്താൻ വിധി. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം. DMKയുടെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തെ സഖ്യത്തിലെ ഭൂരിപക്ഷം പാർട്ടികളും പിന്തുണയ്ക്കാൻ സാധ്യത. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ദർഗക്ക് സമീപമുള്ള കാർത്തിക വിളക്ക് കൊളുത്താൻ ദീപത്തൂണില്, അതായത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ദർഗക്ക് സമീപമായതുകൊണ്ടാണ് ദീപത്തൂണിൽ കാർത്തിക ദിവസം ദീപം തെളിയിക്കാൻ അനുമതി മദ്രാസ് ഹൈക്കോടതി കൊടുത്തിട്ട് പോലും തമിഴ്നാട് സർക്കാരും കോൺഗ്രസ് ഒക്കെ ഇതിനെതിരെ നിൽക്കുന്നത്. ഈ പറയുന്ന ദർഗ ആരുടേതാണ് എന്നുള്ളതും ഒന്ന് പരിശോധിച്ചു നോക്കാം. സിക്കന്ദർ ബാദുഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാ. ഈ സിക്കന്ദർ ബാദുഷയുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ സിക്കന്ദർ ബാദുഷയുമായി ബന്ധപ്പെട്ട സുഡാപ്പിസവും പൊക്കിപ്പിടിച്ച് നടക്കുന്നവരൊക്കെ കണ്ടവൈ ഓടേണ്ടി വരും. ഏതായാലും സിക്കന്ദർ ബാദുഷ എന്താണ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഇപ്പം തന്നെ ദേശീയ തലത്തിലൊക്കെ ഇപ്പോ പുറത്തു വരും എന്നുള്ളതൊക്കെ മറ്റൊരു യാഥാർത്ഥ്യം. എൻ്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്, എൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം. മദ്രാസ് ഹൈക്കോടതി ദീപത്തൂണില് ദീപം തെളിയിക്കാനൊരു അനുമതി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാ തമിഴ്നാട് സർക്കാർ എതിർത്ത് നിൽക്കുന്നത്? എന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത്? എന്തിനാണ് ഹിന്ദു ആരാധനകളെ മുസ്ലിം ലീഗ് എതിർത്ത് രംഗത്ത് വരുന്നത്? എന്തേ ഒരു ദർഗക്ക് സമീപം ഒരു ദീപം തെളിയിക്കാൻ പോലും പാടില്ലേ? ഹിന്ദുവിന്റെ ആരാധന പാടില്ലേ? അടുത്തു പോലും പാടില്ല എന്ന് പറയണമെങ്കിൽ ഇതെന്താ മതരാജ്യം? ഈ ദർഗയ്ക്കായി ബന്ധപ്പെട്ട ആളുകളാണോ ഈ രാജ്യം ഭരിക്കുന്നത്? എന്തുമാതിരി പ്രീണനായി ഇവിടെ തമിഴ്നാട് സർക്കാരും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ഇവിടെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായി ഇതൊക്കെ. ഇവരിവിടെ പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തുള്ള ഈ ഒരു സമയത്ത് പോലും
ദർഗക്ക് സമീപം പോലും ഹിന്ദു ആരാധന വേണ്ട എന്ന് പറഞ്ഞ് ഭക്തർക്ക് അനുമതി കൊടുത്ത ജഡ്ജിക്കെതിരെ പോലും നീക്കങ്ങൾ നടത്തുക, ഇംപീച്ച്മെന്റ് ചെയ്യാൻ ഇംപീച്ച് ചെയ്യാൻ ആളുകൾ രംഗത്ത് എന്നൊരവസ്ഥയായത് ഒക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ഈ ജിഹാദികൾക്കും തീവ്രചിന്താഗതിക്കാർക്കും വേണ്ടിയിട്ട് ഇവിടെ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഭാഗമാണ് വഖഫ്. ലോകത്തൊരു രാജ്യത്തുമില്ലാത്തൊരു സംവിധാന വഖഫ് ബോർഡിന്റെ അനാവശ്യ അവകാശം. വഖഫ് ബോർഡ് മുന്നോട്ട് പോകുന്നതിൽ നമുക്കൊരു തർക്കമില്ല, പക്ഷെ അതിന് അധിക അനാവശ്യ അവകാശം കൊടുത്തിരിക്കുന്നത് കാണുന്ന സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കാൻ. രാജ്യത്ത് മറ്റൊരു മതത്തിനും ഇത്തരത്തിലുള്ളൊരു അവകാശമില്ല. രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്ത് സുഡാപ്പികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കോൺഗ്രസ് ഇപ്പൊ പ്രതിപക്ഷത്തായിട്ട് പോലും ദർഗക്ക് സമീപം പോലും മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടും അത് പാടില്ല, ഞങ്ങൾ ഇംപീച്ച് ചെയ്യാൻ പോവാന്ന് നമ്മൾ പറഞ്ഞല്ലോ. തമിഴ്നാട് സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരാണ് എന്ന് വെറുതെ പറയുന്നല്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ ഉദയനിധി സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞത് ആരെങ്കിലും മറക്കുവോ? സനാതനധർമ്മം കുഷ്ഠരോഗത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. സനാതനധർമ്മത്തെ എതിർത്താൽ പോരാ, മറിച്ച് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞവന്റെ പേര് ഉദയനിധി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രിയാ തമിഴ്നാട്ടിൽ ഇപ്പോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തമിഴ്നാട് സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരാ. ആ ഹിന്ദു വിരുദ്ധ സർക്കാർ ഭക്തർക്ക് എതിരെ നിന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ഹിന്ദു വിരുദ്ധ സർക്കാരിന്റെ അതേ നിലപാടല്ലേ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മുസ്ലിം ലീഗ് ഹിന്ദു ആരാധനകൾക്കെതിരെയല്ലേ രംഗത്തെത്തിയത്? അല്ല, എന്തിനാണ് ഈ മലബാറിലെ ഈർക്കിൾ പാർട്ടി തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഈ ഒരു വിഷയം മറ്റു മതങ്ങൾക്കെതിരെ ഒരു മതപാർട്ടി നിൽക്കുന്നത്? ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരെന്താ? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള്. ഇയാളുണ്ടല്ലോ അങ്ങ് തുർക്കിയില് അഗിയ സോഫിയ ദേവാലയം എർദോഗാൻ പിടിച്ച സമയത്ത് ലേഖനം എഴുതിയിട്ട് കൈയടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ. ആ വ്യക്തി പിന്നെ ഈ അടുത്ത് തമിഴ്നാട്ടിലെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലോകം മൊത്തം മതരാജ്യം, മതവിഷയം, മതം കൊണ്ടുള്ള സകലതും ലക്ഷ്യം വെച്ച മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ മലബാറിലെ ഈർക്കിൾ പാർട്ടി പോയിട്ട് മധുരയിൽ ഹിന്ദു ആരാധനകൾക്ക് എതിരെയും രംഗത്തെത്തിയത്. കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ദീപത്തൂണുമായിട്ടുള്ള വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. വെറുതെയല്ല ഈ കോൺഗ്രസ് ഒക്കെ ഉപ്പ് വെച്ച കലം പോലെ ദിനം പ്രതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. ഒരു തർക്കവും അതിൽ വേണ്ട. കോൺഗ്രസിനൊന്നും ഇനി നമ്മുടെ രാജ്യത്ത് ഉയരാൻ പോലും സാധിക്കില്ല. കാരണം എന്താ? ഇവിടെ മതഭേദമന്യേ കോൺഗ്രസ് എന്താണ് ഇവിടെ ജിഹാദിസും ഈ പറയുന്ന സുഡാപ്പിസൊക്കെ വളർത്താൻ വെള്ളവും വളവും ഒഴിച്ചോണ്ടിരിക്കല്ലേ ദിനം പ്രതി? ഈ കോൺഗ്രസിനൊക്കെ ബോധമുള്ള ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഒക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഈ കോൺഗ്രസ് ഒക്കെ രാജ്യം ഭരിച്ചപ്പോ രാജ്യത്ത് ജിഹാദികൾക്ക് വേണ്ടി സകലതും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തുള്ളപ്പോൾ പോലും നിങ്ങൾ കണ്ടില്ലേ ഹൈക്കോടതി ജഡ്ജിനെതിരെ ഇംപീച്ച് നടപടിയൊക്കെ ആയിട്ടാ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഇത്തരം ആളുകള് ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇവരാണ് ഇവിടെ മതേതരത്വവും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ. ഇതാണ് ഇവരുടെ മതേതരത്വം. ഒരു ദർഗുണ്ടെങ്കിൽ അടുത്ത് ദീപം തെളിയിക്കരുത് എന്ന് പറയുന്നത് എന്ത് മതേതരത്വ? ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാ. രാജ്യത്തെ പ്രതിപക്ഷം ഹിന്ദുവിനെതിരെയാണ്. ഇവർ മതേതരത്വമല്ല ഉയർത്തിപ്പിടിക്കുന്നത്. ഇവർ നമ്മുടെ രാജ്യത്ത് ജിഹാദിസമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ രാജ്യം ജിഹാദികൾക്ക് വേണ്ടി തീറെഴുതി കൊടുക്കുന്ന നടപടികളാണ് ദിനം പ്രതി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക.